ജനനായകൻ എന്ന ചിത്രം ജനുവരി 9 2026 റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. എന്നാൽ അന്നത്തെ സെൻസർ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയതും പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോയതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടതാണ്. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി, സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും ഹൈക്കോടതി, അങ്ങനെ യാത്ര ചെയ്ത നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനെയും നമ്മൾ കണ്ടതാണ്. ഈ സിനിമ പിന്നീട് ഓൺലൈനിൽ ലീക്കാവുകയാണ് ചെയ്തത്. എങ്ങനെയായി ലീക്കായത് എന്ന ചോദ്യം വരുമ്പോൾ എഡിറ്റ് സ്യൂട്ടിൽ നിന്നും ആണ് ഇത് ലീക്കായത് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിരുന്നു. ഈ കേസിൽ ഏകദേശം 22ഓളം പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായത്. ഈ ചിത്രം ഓൺലൈനിൽ ഏകദേശം 1.2 കോടി ആളുകൾ ഓൺലൈനിൽ മാത്രമായിട്ട് ജനനായകൻ എന്ന സിനിമ കണ്ടു എന്നത് സംബന്ധിച്ചാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. തിയേറ്ററിൽ പോലും റിലീസാവാത്ത സിനിമ ഓൺലൈനിലൂടെ, അതായത് തമിഴ് റോക്കേഴ്സും തമിഴ് MV പോലുള്ള വെബ്സൈറ്റുകളിലൂടെ ഈ സിനിമയുടെ പ്രിന്റ് പൂർണ്ണമായും പുറത്തു വരികയും അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും വാച്ച് ഓൺലൈനിലൂടെയും ആളുകൾ ഇത് കണ്ടു. അത് കണ്ട വ്യക്തികൾ ഏകദേശം 1,20,00,000 മുകളിൽ ആളുകളാണ് എന്ന് പറയുന്നു. ഇതെല്ലാം ഈ സൈറ്റുകളിലൂടെ മാത്രം കണ്ടവരാണ്. അതല്ലാതെ ടെലഗ്രാമിൽ നിന്നും ഫോർവേഡ്സിൽ നിന്നുമായി എത്രയധികം പേര് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്കിന് മുകളിലേക്ക് ആ കണക്കുകൾ പോവുകയുള്ളൂ. എന്നിട്ടാണ് ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് നിൽക്കുന്നത്. ജനുവരിയിൽ റിലീസ് ചെയ്യേണ്ട പടം ഇപ്പോഴിതാ ജൂലൈ മാസമാകുമ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ജനനായകന്. സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സാധാരണയായി ദളപതി വിജയ് അല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയാണ്. ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് മുഖ്യമന്ത്രി ആയതോടുകൂടി ഇനി സിനിമാ മേഖലയിലേക്ക് ഇല്ല എന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ വിജയ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ വിജയുടെ സിനിമകളൊന്നും തന്നെ ഇല്ല. സാധാരണയായി ഒരു വിജയ് പിറന്നാൾ ദിനം വരുമ്പോഴേക്കും അതിൻ്റെ തലേ ദിവസം വൈകിട്ട് 6 മണിക്കും അർദ്ധരാത്രി 12 മണിക്കും ഒക്കെ തന്നെ ഒരു സിനിമയുടെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടും. ഇക്കഴിഞ്ഞ ജൂൺ 22 വിജയുടെ പിറന്നാൾ ദിനത്തിൽ ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റുകൾ ഇല്ലാതെയാണ് സിനിമാ മേഖല മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു, പറഞ്ഞത് ഉറപ്പായിരുന്നു എന്നുള്ളത്. പക്ഷേ എന്നാൽ ഇപ്പോഴും ആളുകൾ തിയേറ്റർ സ്ക്രീനിൽ ഒരു സിനിമ കാണാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ജനനായകനാണ്. ഈ ജനനായകൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ജൂലൈ മാസത്തിൽ ജനനായകൻ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതിനു മുമ്പ് പലപ്പോഴായി ഏപ്രിൽ, മെയ് മാസങ്ങളിലും മാർച്ച് മാസത്തിലുമൊക്കെ തിയേറ്ററുകളിലേക്ക് ജനനായകൻ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിരുന്നുമില്ല. അപ്പോഴാണ് ജനനായകൻ ജൂലൈ മാസത്തിൽ, ഒരുപക്ഷെ ജൂലൈ 24 അല്ലെങ്കിൽ 31 ഈ ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായിട്ടൊന്നുമല്ല, അനൗദ്യോഗിക റിപ്പോർട്ടാണ്, അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ആണ്. ജനനായകൻ ഒരു പക്ഷേ തിയേറ്ററുകളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ 1,20,00,000-ലധികം ആളുകൾ ഈ ചിത്രം ഓൺലൈനിലൂടെ കണ്ട സ്ഥിതിക്ക് തിയേറ്ററിലേക്ക് ആളുകൾ വരുമോ എന്ന് ചോദ്യം ചോദിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഒരു വിജയ് സിനിമ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. 2, ഇനി ഒരു വിജയ് ചിത്രം ഉണ്ടാകില്ല എന്നുള്ള ബോധ്യം ഈ സിനിമ കാണാൻ വരുന്ന ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ അവസാനമായി ഒരു വിജയ് ചിത്രം തിയേറ്ററിൽ കാണാമെന്നുള്ള ആഗ്രഹത്തോടെയും ആവേശത്തോടു കൂടിയും തിയേറ്ററിൽ എത്തുന്ന ആളുകളും ചുരുക്കമൊന്നുമായിരിക്കില്ല. ഒരു പക്ഷേ ഈ 1,20,00,000-ലധികം ആളുകളിൽ ഈ സിനിമ കണ്ടവർ തന്നെ വീണ്ടും തിയേറ്ററുകളിൽ എത്താനുള്ള സാധ്യതയും ഉണ്ട് താനും. ഭഗവന്ത് കേസരി എന്ന തെലുങ്ക് ചിത്രം, നന്ദമുരി ബാലകൃഷ്ണൻ നായകനായി എത്തിയ ഈ തെലുങ്ക് ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കാണ് ജനനായകൻ എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഈ സിനിമയിൽ ചില മാറ്റങ്ങളും വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അതായത് ഇലക്ഷന് മുന്നേ തന്നെ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് ഇനി പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഒരു സിനിമാറ്റിക്, ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡലിൽ മാത്രമായിട്ട് കണക്കാക്കുമ്പോൾ ഈ സിനിമ ജനങ്ങൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിജയുടെ അവസാനത്തെ ചിത്രം ആളുകൾക്ക് ഒന്നുകൂടി തിയേറ്ററിൽ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഓൺലൈനിൽ ആളുകൾ കണ്ട ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നത്.